ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഏതെങ്കിലും ഒരു ദാസന് ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ഒരു അനുഗ്രഹം നൽകിയപ്പോൾ അവൻ ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ പടച്ചവനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന അർത്ഥമുള്ള ഈ ഹംദിൻ്റെ കലിമ പറയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് അതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ അവന് കൊടുക്കാതിരിക്കുന്നതല്ല, കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി. അതേപോലെ ഹദീസിൽ വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു ദാസനിൽ നിന്നും അല്ലാഹു തആല ഏതെങ്കിലും ഒരു പരീക്ഷണം നടത്തി ഏതെങ്കിലും ദാസനെ, അതിൻ്റെ പേരിൽ ആ ദാസൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ക്ഷമിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്താൽ ആ പരീക്ഷണം കാരണമായി അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായതിനെ അള്ളാഹു അവന് കൊടുക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതകരമാണ്, ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്, അവൻ്റെ ജീവിതം അത്ഭുതമാണ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഉത്തമമാകുന്നു. ഏതെങ്കിലും നന്മ അവന് കിട്ടുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കും, അപ്പോൾ ശുക്രിൻ്റെ പേരിൽ അവന് പ്രതിഫലം കിട്ടും, അതവന് ഉത്തമമായി തീരും. ഏതെങ്കിലും ഒരു തിന്മയായ കാര്യം ജീവിതത്തിൽ വന്നാൽ അവൻ ക്ഷമിക്കും, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം ലഭിക്കും, അതവന് ഖൈറായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതകരമാണെന്ന് പറയാൻ കാരണം, മുഅ്മിൻ ഒന്നുകിൽ ദുഃഖാവസ്ഥ ഉണ്ടാകും അല്ലെങ്കിൽ സന്തോഷാവസ്ഥ ഉണ്ടാകും. സന്തോഷമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിനെ സ്തുതിക്കും, അള്ളാഹുവിൻ്റെ സ്തുതിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തആല അവന് നന്മ നൽകും, പ്രതിഫലം നൽകും, അതവന് ഖൈറായി. ഇനി ഒന്നുകിൽ ഒരു സത്യവിശ്വാസിക്ക് ദുഃഖാവസ്ഥ ഉണ്ടാകും, അങ്ങനെ ഉണ്ടാകുമ്പോൾ പടച്ചവനിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന വിശ്വാസത്തിൽ അവനത് ക്ഷമിക്കും, ക്ഷമിച്ചതിൻ്റെ പേരിൽ അവൻ അള്ളാഹു തആല പ്രതിഫലം കൊടുക്കും, അപ്പോൾ അവനും അത് ഉത്തമമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. മക്ഹൂൽ റഹ്മത്തുള്ളാഹി ഒരു പ്രസിദ്ധനായ മുഫസ്സിറാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിനെ കുറിച്ച് ചോദിക്കപ്പെടുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ-ഹാക്കുമിൽ പറഞ്ഞ ആയത്താണ്. അല്ലാഹു തആല നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് പിന്നീട് ചോദ്യം ചെയ്യപ്പെടും എന്ന അർത്ഥമുള്ള ആയത്തിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് മക്ഹൂൽ റഹ്മത്തുള്ളാഹി അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാരിദു ഷറാബി വദില്ലുൽ മസാക്കിൻ വശബഉൽ ബുതൂനി വഇത്ദാറുൽ ഖൽഖി വലദ്ദത്തുൻ നൗമി. 5-6 കാര്യങ്ങൾ പറഞ്ഞു. ഏതെല്ലാം നിഅമത്തുകളെ കുറിച്ച് പടച്ചവൻ ചോദിക്കുമെന്ന് മക്ഹൂൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു. തണുത്ത വെള്ളം കുടിക്കാൻ തന്നതിനെക്കുറിച്ച് അള്ളാഹു ആഖിറത്തിൽ വിചാരണ ചെയ്യും, ചോദിക്കും. അതേപോലെ പാർപ്പിടമായ ഒരു വീട് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹു തആല അവനോട് ചോദിക്കും. വയറു നിറയെ ഭക്ഷണം നൽകിയതിൻ്റെ പേരിൽ അള്ളാഹു അവനോട് ചോദിക്കും. അതുപോലെ അവൻ്റെ സൃഷ്ടിപ്പ്, അവൻ്റെ ശരീരം ന്യൂനതകളില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തആല അവന് വിചാരണ ചെയ്യും. അതേപോലെ ഉറക്കമെന്ന നിഅമത്ത് അള്ളാഹു അവന് കൊടുത്തതിൻ്റെ പേരിലും അള്ളാഹു തആല അവനെ ആഖിറത്തിൽ ആ നിഅമത്തിനെ കുറിച്ച് ചോദിക്കും. നന്ദി രേഖപ്പെടുത്തിയോ കടമ നിർവഹിച്ചോ എന്ന് ചോദിക്കുമെന്ന് മഹാനായ ഇമാം മക്ഹൂൽ റഹ്മത്തുള്ളാഹി അലൈഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ അതിൽ തണുത്ത വെള്ളമുണ്ട്, വയറു നിറയുന്ന ഭക്ഷണം, താമസിക്കാൻ ആവശ്യമായ പാർപ്പിടം, ശരീരത്തിൻ്റെ സമ്പൂർണത, ഉറക്കമെന്ന നിഅമത്ത്, ഈ കാര്യങ്ങളൊക്കെ പടച്ചവൻ ചോദിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അനുഗ്രഹം എന്ത് കിട്ടിയാലും പടച്ചവനെ സ്തുതിക്കുക. ഏതെങ്കിലും ഒരു ദാസൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഉരുള ഭക്ഷണം കഴിച്ചിട്ട് സ്തുതിക്കുന്ന ദാസന് ക്ഷമിച്ച് നോമ്പ് പിടിക്കുന്നയാളുടെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രയാസവും ഇല്ലാതെ നോമ്പിൻ്റെ കൂലി കിട്ടുന്ന, കടമ തീർക്കാൻ കഴിയുന്ന വലിയൊരു നന്മയാണ് അള്ളാഹുവിനെ സ്തുതിക്കുക. പടച്ചവന് അവനെ സ്തുതിക്കുന്നത് വളരെ പ്രിയങ്കരമായ ഇഷ്ടകരമായ കാര്യമാണ്. അള്ളാഹു അതിൻ്റെ പേരിൽ ആഖിറത്തിലും കൂലി കൊടുക്കും, ദുനിയാവിൽ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.